നന്ദിനി 2-ന്റെ എപ്പിസോഡ് 6 എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ അഷ്ടവക്ര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന അഷ്ടവക്ര ശർബയെ വിളിച്ചു വരുത്തുന്നു. ശർബയെ കാണുന്ന അഷ്ടവക്ര ശർബയ്ക്ക് അഷ്ടവക്ര കുറെ പവേഴ്സ് കൊടുത്തു. എന്നിട്ട് ഒരു ജോലി കൊടുത്താൽ അത് ശരിയായി തീർക്കാൻ അറിയില്ലേ, ഒരു പെൺകുട്ടിയുടെ ബ്ലഡ് കൊണ്ടുവരാൻ പോലും നിന്നിലെ ശക്തിക്ക് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അഷ്ടവക്ര ശർബയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അത് കേൾക്കുന്ന ശർബ ജനനിയുടെ കൂടെ ഒരു അദൃശ്യ ശക്തിയുണ്ട്, അതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് എന്ന് പറയുന്ന സമയം നമ്പൂതിരിയുടെ ആത്മാവ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 3 അമാവാസിക്ക് മുമ്പേ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ശരീരം കിട്ടില്ല എന്ന് പറയുകയാണ്. എന്ത് ചെയ്യണമെങ്കിലും ജനനിയുടെ രക്തം വേണം, ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് അഷ്ടവക്ര പറയുന്നത് കേൾക്കുന്ന ശർബ വരികയാണെങ്കിൽ ജനനിയുടെ രക്തവുമായി വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശർബ അവിടെ നിന്ന് പോകുന്നു. അഷ്ടവക്ര ആത്മാവിനോട് രക്തം കിട്ടിയില്ല എങ്കിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആത്മാവ് മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. അത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഷ്ടവക്ര. ഈ സമയം ജനനിയുടെ വീട്ടിന്റെ മുന്നിൽ വരുന്ന ശർബ മാന്ത്രിക ശക്തി പ്രയോഗിച്ച് കയ്യിൽ ഒരു കള്ളിമുൾച്ചെടി വരുത്തുകയാണ്. എന്നിട്ട് അവിടെ പരോക്ഷിനെ വിളിച്ചു വരുത്തുന്നു. പരോക്ഷിന് എന്തിന്റെയും ശരീരത്തിൽ കയറാൻ കഴിയും. പരോക്ഷി കള്ളിമുൾച്ചെടിയിൽ മറഞ്ഞിരുന്ന് ശരിയായ ഒരു അവസരം കിട്ടുമ്പോൾ കള്ളിമുൾച്ചെടിയുടെ മുള്ളുകൊണ്ട് ജനനിയുടെ രക്തം എടുക്കണം. ഇതാണ് അവരുടെ പ്ലാൻ. ശേഷം പരോക്ഷി കള്ളിമുൾച്ചെടിയുടെ അകത്ത് കയറുന്നു. അപ്പോൾ തന്നെ ശർബ ജനനിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയം വിലാസിനിയും പ്രണവും നിവേദിതയും ഫോണിൽ നോക്കിയിരിക്കുന്നത് കാണുന്ന ജനനി ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സംസാരിക്കാതെ ഫോണിൽ നോക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ആലോചിച്ചിരിക്കുകയാണ് ജനനി. അപ്പോൾ അവിടെ പ്ലാന്റുമായി ശർബ വരുന്നു. ശർബയെ ജനനി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ അടുത്ത് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാണ്, എൻ്റെ ഫ്രണ്ട് തന്ന സ്പെഷ്യൽ പ്ലാന്റ് ആണ് ഇത്, ഈ പ്ലാന്റ് ജനനിക്ക് തരാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ജനനിയെ പ്ലാന്റ് ഏൽപ്പിക്കുകയാണ് ശർബ. 2 ദിവസം കൊണ്ട് പരിചയമുള്ള ജനനിയോട് ശർബ ഇത്രയും അടുപ്പം കാണിക്കുന്നതിൽ ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ് വിലാസിനി. ജനനി പ്ലാന്റ് എവിടെ വെക്കുമെന്നും പറഞ്ഞ് സ്ഥലം നോക്കി പൂജാമുറിയുടെ അടുത്തേക്ക് പോകുന്നത് കാണുന്ന ശർബ പേടിച്ച് നിൽക്കുകയാണ്. കാരണം പൂജാമുറിയുടെ അടുത്ത് നിൽക്കുന്ന ജനനിയുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റിൽ പൂജാമുറിയിലുള്ള ശക്തി കാരണം പ്ലാന്റിന്റെ നിറം മാറുന്നത് കാണുന്ന ശർബ ജനനിയുടെ അടുത്ത് പോയിട്ട് പ്ലാന്റ് വയ്ക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഫോൺ കാണാതെ അന്വേഷിച്ച് നടക്കുന്ന വിലാസിനിയുടെ അടുത്ത് വരുന്ന പ്രണവ് ഫോണിൽ കണ്ട ഹൊറർ മൂവിയുടെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രണവിന്റെ എക്സ്പ്ലനേഷൻ കേട്ട് പേടിച്ച് നിൽക്കുകയാണ് വിലാസിനി. പേടിയുള്ളത് കൊണ്ട് വിലാസിനി ജനനിയുടെ റൂമിൽ പോയി കിടക്കുകയാണ്. രാത്രിയാകുമ്പോൾ പ്ലാന്റിലെ ഒരു ബ്രാഞ്ച് വലുതാവുകയും അത് ജനനിയുടെ റൂമിൽ കിടക്കുന്ന വിലാസിനിയുടെ കയ്യിൽ മുറിവുണ്ടാക്കുകയും ചെയ്യുകയാണ്. വേദനിക്കുന്ന വിലാസിനി പേടിച്ച് അലറി വിളിച്ച് പുറത്തേക്ക് വരുന്നു. വിലാസിനിയുടെ വിളി കേട്ട് അവിടേക്ക് പ്രണവും നിവേദിതയും വരുന്നു. വിലാസിനിയുടെ കയ്യിലെ മുറിപ്പാട് കാണുന്ന നിവേദിത ഏതോ ഒരു പ്രാണി കടിച്ചതാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ജനനിയുടെ റൂമിൽ അമ്മ പോയി കിടന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് നിവേദിത. പ്രണവ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, ജനനി ദേവസേനയുടെ റൂമിൽ പോയി കിടന്നു എന്നൊക്കെ നിവേദിതയോട് പറഞ്ഞിട്ട് എന്തായിരിക്കും കയ്യിൽ കടിച്ചതെന്ന് മനസ്സിൽ പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ് വിലാസിനി. അടുത്ത സീനിൽ അവിടേക്ക് ഒരു ക്യാറ്റ് കയറി വരികയാണ്. അത് പേടിപ്പിക്കുന്നത് പോലുള്ള സൗണ്ട് ഉണ്ടാക്കിയാണ് വരുന്നത്. അത് കാണുന്ന നിവേദിത പേടിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് പ്രണവും വരുന്നു. അവർ രണ്ടുപേരും പോകാൻ പറഞ്ഞിട്ടും ആ ക്യാറ്റ് പോകാതെ അകത്തേക്ക് കയറി പോവുകയാണ്. ആ ക്യാറ്റ് പ്ലാന്റിന് നേരെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ജനനി വരുന്നു. ജനനി പോകാൻ പറയുന്നത് കേൾക്കുന്ന ആ ക്യാറ്റ് അവിടെ നിന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ പോവുകയാണ് ജനനിയും നിവേദിതയും പ്രണവും. ക്ഷേത്രത്തിന്റെ അകത്ത് ആരെയും കയറ്റി വിടുന്നില്ല. എല്ലാവരെയും ആ ക്ഷേത്രത്തിലെ സ്റ്റാഫ് പുറത്തു നിർത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയുടെ മകൾ വന്നതിന് ശേഷം മാത്രമേ എല്ലാവരെയും അകത്തേക്ക് കയറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയം അവിടേക്ക് ട്രസ്റ്റിയുടെ മകൾ വരുന്നു. അത് നീലിയായിരുന്നു. നീലിയെ കാണുന്ന ജനനിയും പ്രണവും നിവേദിതയും ഞെട്ടി നിൽക്കുകയാണ്. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് വരുന്ന നീലി തറയിൽ നല്ല ചൂടാണ്, നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുമ്പോൾ 2 പേർ വന്ന് ചേറിലിരുത്തി നീലിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ നാഗം വരുന്നത് കണ്ട് അവിടെയുള്ള എല്ലാവരും പേടിച്ച് ഓടുകയാണ്. നീലിയെ എടുത്തുകൊണ്ട് പോയവർ നീലിയെ അവിടെ ഇരുത്തിയിട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ഓടിപ്പോകുന്നു. എല്ലാവരും പേടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയിൽ ആരോ നേർച്ചയ്ക്ക് കൊണ്ടുവന്ന പാല് താഴെ വീഴുന്നത് കാണുന്ന ജനനി പാല് കളയാതെ നോക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജനനിയുടെ കൈക്കകത്ത് പാല് വീഴുകയാണ്. ഇതെല്ലാം പാൽ അവിടെ വെച്ചിട്ട് പോയ സ്ത്രീ കാണുകയാണ്. ജനനിയുടെ കൈ നിറയെ പാലിരിക്കുന്നത് കാണുന്ന നിവേദിത നേർച്ചയ്ക്ക് കൊണ്ടുവന്ന പാലാണ്, തറയിൽ വീഴുന്നത് ശരിയല്ല, അത് ജനനിയോട് കുടിക്കാൻ പറയുകയാണ് നിവേദിത. ജനനി പാല് കുടിക്കാൻ നോക്കുന്നത് കാണുന്ന അവർ പാല് കുടിക്കല്ലേ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് പറയുകയാണ്. അവരുടെ സൗണ്ട് കേൾക്കാതെ ജനനി പാല് കുടിക്കുകയാണ്. അപ്പോൾ ജനനിയുടെ മുന്നിൽ വരുന്ന ആ സ്ത്രീ ജനനിയോട് ഞങ്ങളുടെ വംശത്തിൽ നാഗങ്ങളുടെ ശാപം ഉള്ളത് കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാലിന് ജീവനില്ലായിരുന്നു, ആ ശാപം തീർക്കാൻ വേണ്ടി എന്നും ഇവിടെ ഞാൻ പാലുമായി വരും, പക്ഷേ ശാപം കാരണം ഞങ്ങൾ കൊടുക്കുന്ന പാല് നാഗങ്ങൾ കുടിക്കാതെ പോകും, അതിനാൽ ശാപമോക്ഷം കിട്ടിയിട്ടില്ല
എന്നൊക്കെ പറയുന്ന സമയം അവരുടെ മകൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അത് കണ്ട് സന്തോഷം തോന്നുന്ന അവർ ജനനി കാരണമാണ് മകന്റെ അസുഖം മാറിയതെന്നും ജനനി അവർക്ക് ദൈവമാണെന്നും പറയുകയാണ്. ഭഗവാനാണ് ഇതെല്ലാം ചെയ്തത്, ഞാനല്ല എന്ന് പറയുകയാണ് ജനനി. ഈ സമയം പേടിച്ചു നിന്ന നീലി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതെല്ലാം ജനനിയും പ്രണവും നിവേദിതയും കാണുന്നു. അടുത്ത ദിവസം പ്രണവ് ഓർഡർ ചെയ്ത പിസ്സ ജനനി വാങ്ങി പ്രണവിന് കൊടുക്കുകയാണ്. പിസ്സ കാണുന്ന പ്രണവ് അത് ഓപ്പൺ ചെയ്യുന്ന സമയം അവിടേക്ക് വിലാസിനിയും നിവേദിതയും വരുന്നു. പിസ്സ ചൂടാക്കി കൊണ്ടുവരാൻ അവർ ജനനിയെ ഏൽപ്പിക്കുന്നു. ജനനി ഓവനിൽ പിസ്സ വയ്ക്കുമെങ്കിലും എങ്ങനെയാണ് അതിന്റെ ടൈം അറേഞ്ച് ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ജനനി സ്റ്റൗവിൽ വെച്ച് പിസ്സ ചൂടാക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കിച്ചണിൽ നിന്ന് സ്മെല്ല് വരുന്നത് കാണുന്ന എല്ലാവരും കിച്ചണിലേക്ക് പോകുമ്പോൾ പിസ്സ കരിഞ്ഞത് കാണുന്ന വിലാസിനിക്കും നിവേദിതയ്ക്കും പ്രണവിനും ദേഷ്യം വരികയാണ്. അവർ 3 പേരും ജനനിയെ കുറ്റപ്പെടുത്തി ഓരോന്നും പറയുകയാണ്. ശേഷം പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്കിള് ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ഉറങ്ങാതെ ജനനി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ റൂമിലേക്ക് ദേവസേന വരുന്നു. ദേവസേന ജനനിയോട് ഉറങ്ങാതെ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജനനി നടന്ന സംഭവമെല്ലാം ദേവസേനയോട് പറയുകയാണ്. അത് കേൾക്കുന്ന ദേവസേന ഓരോന്നും പറഞ്ഞ് ജനനിയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ പ്ലാന്റിന്റെ ഒരു ബ്രാഞ്ച് വലുതായി ജനനിയുടെ റൂമിലേക്ക് വരികയും അത് ഉറങ്ങിക്കിടക്കുന്ന ജനനിയുടെ കയ്യിൽ തൊടുന്ന സമയം അവിടെ കറണ്ട് വരികയും ചെയ്യുന്നു. ജനനി എഴുന്നേൽക്കുമെന്ന് മനസ്സിലാക്കുന്ന ആ പ്ലാന്റ് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഉറക്കം എഴുന്നേൽക്കുന്ന ജനനി ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഉറങ്ങുകയാണ്. അടുത്ത സീനിൽ നിവേദിത ജനനിയെ നിർബന്ധിച്ച് സ്കൂട്ടി പഠിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന പ്രണവും ആ കാര്യം അറിയുകയാണ്. പ്രണവും നിവേദിതയെ സപ്പോർട്ട് ചെയ്യുകയും ജനനിയോട് സ്കൂട്ടി പഠിച്ചേ പറ്റൂ എന്നും പറയുകയാണ്. എന്നിട്ട് ജനനിയെ നിവേദിത സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. ആദ്യമൊക്കെ പേടിച്ചിരിക്കുന്ന ജനനി കുറച്ചു ദൂരം പോകുമ്പോൾ സന്തോഷത്തോടെ ഓടിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ നിവേദിത ജനനിയോട് ഒറ്റയ്ക്ക് സ്കൂട്ടി ഓടിക്കാൻ പറയുകയാണ്. ജനനി സ്കൂട്ടി ഓടിക്കുന്നത് പ്രണവ് വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് ആ വീഡിയോ ജനനിക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ കാര്യം ഗുരുജി അറിഞ്ഞാൽ ഗുരുജിക്ക് ഒത്തിരി സന്തോഷമാകുമെന്ന് പറഞ്ഞിട്ട് ജനനി ഗുരുജിക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കാൻ പ്രണവിനോട് പറയുകയാണ്. ജനനി ആ കാര്യം ഗുരുജിയെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. അതെല്ലാം കേട്ട് സന്തോഷം തോന്നുന്ന ഗുരുജി ഫോണ് ദേവസേനയുടെ കയ്യിൽ കൊടുക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ജനനി ദേവസേനയുടെ അടുത്ത് പോയിട്ട് സ്കൂട്ടി ഓടിക്കാൻ പഠിച്ച കാര്യവും ഗുരുജി ഫോണിൽ വിളിക്കുന്ന കാര്യവും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഗുരുജി ദേവസേനയോട് ഈ മാസത്തെ പൂജ ചെയ്യേണ്ട ദിവസം ഇന്നാണ്, ഇന്ന് പൂജ ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയുകയാണ്. അത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദേവസേന. ശേഷം ദേവസേന പൂജാമുറിയിൽ പോയി നാഗമാണിക്യത്തിന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. മറുവശത്ത് അഷ്ടവക്ര ജനനി അല്ലാതെ ഈ ലോകത്ത് വേറെ ശിവനാഗ ഇല്ലേ എന്ന് അച്ഛനോട് ചോദിക്കുകയാണ്. ജനനി ഒരു സാധാരണ ശിവനാഗം മാത്രമല്ല, ജനനിയിൽ ജാനകിയുടെയും നന്ദിനിയുടെയും ശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ജനനിയുടെ രക്തം കിട്ടിയാൽ മാത്രമേ എനിക്ക് മനുഷ്യരൂപം കിട്ടുകയുള്ളൂ, എന്നാലേ എനിക്ക് കാലചക്രം എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. അത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് അഷ്ടവക്ര. മറുവശത്ത് കോളേജിൽ ജനനിയെ കാണുന്ന ഒരാൾ ജനനിയുടെ പുറകെ പാട്ടും പാടി പോവുകയാണ്. ജനനി അതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോവുകയാണ്. അയാൾ ജനനിയെ തൊടാൻ ശ്രമിക്കുന്നതും ജനനിയുടെ പുറകിൽ നാഗത്തിന്റെ കണ്ട് പേടിച്ച് അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതൊന്നും അറിയാതെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച് നിൽക്കുന്ന ജനനി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ അന്ന് വന്ന അതേ ക്യാറ്റ് പിന്നെയും വരികയാണ്. അത് ആ പ്ലാന്റിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കാണുന്ന പ്രണവ് ആ ക്യാറ്റിനെ ഓടിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് പോകാതെ നിൽക്കുന്നത് കാണുന്ന പ്രണവ് ഈ പ്ലാന്റ് ആണോ നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അതിന്റെ പുറത്ത് പ്ലാന്റ് എടുത്ത് പ്രണവ് ഇടാൻ ശ്രമിക്കുമ്പോൾ ആ സമയം അവിടെ ജനനി വരുന്നു. ജനനി പ്രണവിനോട് ഈ ക്യാറ്റ് കാണാതെ എവിടെയെങ്കിലും ഈ പ്ലാന്റ് വയ്ക്കാമെന്ന് പറഞ്ഞ് ജനനി ആ പ്ലാന്റ് എടുത്ത് കൊണ്ടുപോയി പൂജാമുറിയുടെ ഓപ്പോസിറ്റായി വയ്ക്കുകയാണ്. രാത്രിയിൽ നാഗമാണിക്യത്തിൽ നിന്ന് വരുന്ന പ്രകാശം കാരണം ആ പ്ലാന്റ് കരിഞ്ഞ് ഭസ്മമായി പോകുന്നു. മറുവശത്ത് ഈ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അഷ്ടവക്രയുടെ മുന്നിൽ മരിച്ച പരോക്ഷി കത്തിക്കരിഞ്ഞ നിലയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അത് കണ്ട് ഷോക്കിലിരിക്കുകയാണ് അഷ്ടവക്ര. അപ്പോൾ അവിടെ നമ്പൂതിരിയുടെ ആത്മാവ് വരുന്നു. ഈ കാര്യം ഒരു നാഗശക്തിക്ക് ചെയ്യാൻ കഴിയുന്നതല്ല, ഒരു അസുര നാഗത്തിനെ ഭസ്മമാക്കാൻ നാഗമാണിക്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ നാഗമാണിക്യം ഉണ്ടെന്ന് ഉറപ്പാണെന്ന് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അഷ്ടവക്ര ശർബയെ വിളിച്ചു വരുത്തുകയാണ്. അഷ്ടവക്ര ശർബയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത സീനിൽ ജനനിയുടെ ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് ലെക്ചറർ വരികയാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ച് പരിചയപ്പെടാമെന്ന് പറഞ്ഞ് നീലിയോട് ആദ്യം പരിചയപ്പെടുത്താൻ പറയുകയാണ്. നീലി ഇംഗ്ലീഷിൽ നീലിയെ കുറിച്ച് പറയുകയാണ്. ശേഷം ജനനിയോട് പറയാൻ പറയുമ്പോൾ ജനനി വിക്കിയും തട്ടിയും മുട്ടിയും അവിടുന്ന് ഇവിടുന്ന് ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് ഇട്ട് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. എന്നാലും ചമ്മി നിൽക്കാതെ ജനനി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അടുത്ത സീനിൽ ജനനിയോട് എങ്ങനെ പ്രതികാരം ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന നീലി ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ബെറ്റ് വയ്ക്കുകയാണ്. ഒരു ഗെയിമിൽ കളിച്ച് ജയിക്കുകയാണെങ്കിൽ നീലി സ്ട്രോങ് ആണെന്ന് ഫ്രണ്ട് പറയും. അതിനുവേണ്ടി വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രണവിനെയും ഫ്രണ്ടിനെയും വിളിക്കുകയാണ്. ആദ്യം സമ്മതിക്കാതെ നിൽക്കുന്ന പ്രണവ് അവരുടെ
ജനനിയുടെ സംസാരത്തിൽ ദേഷ്യം വന്ന് അവസാനം സമ്മതിക്കുകയാണ്. ശേഷം വടംവലി മത്സരം നടക്കുകയാണ്. അവരുടെ മത്സരം നോക്കി നിൽക്കുകയാണ് ജനനി. തോൽക്കുമെന്ന് മനസ്സിലാക്കുന്ന പ്രണവ് ജനനിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. പോകാൻ മടിച്ചു നിൽക്കുന്ന ജനനിയെ പ്രണവ് നിർബന്ധിക്കുമ്പോൾ ജനനി പ്രണവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തുടർന്ന് വടംവലി മത്സരം നടക്കുകയാണ്. ജനനിയുടെ സൈഡ് ജയിക്കുമെന്ന് മനസ്സിലാക്കുന്ന നീലി ഫ്രണ്ട്സിനോട് പറഞ്ഞ് കയറിൽ നിന്ന് അവരെല്ലാവരെയും കൈവിടുകയാണ്. അപ്പോൾ ജനനിയും പ്രണവും ടീമും എല്ലാം താഴെ വീഴുകയാണ്. വീഴ്ചയിൽ ജനനിക്ക് ചെറിയ മുറിവുണ്ടാകുന്നു. അത് കണ്ട് ദേഷ്യം വരുന്ന പ്രണവ് നീലിയോട്, നിങ്ങൾ ഈ ഗെയിമിലേക്ക് വിളിച്ചത് തന്നെ ജനനിയോട് പ്രതികാരം ചെയ്യാനാണ്. എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ജനനി എന്റെ സഹോദരിയാണ്. ജനനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ ജനനിക്ക് സപ്പോർട്ടായി ഉണ്ടാകുമെന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജനനി. നീലി ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ജനനിയുടെയും ഫ്രണ്ട്സിന്റെയും അടുത്ത് വരുന്ന മധു വാഷ്റൂമിൽ വെച്ച് ഒരു വലിയ മജീഷ്യനെ കണ്ടു എന്നും അദ്ദേഹം എന്റെ ഗുരുവായിരുന്നു എന്നും 22 വർഷം മുമ്പ് കാർ ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു എന്നും നിങ്ങളും കൂടി വന്ന് കണ്ടാൽ മാത്രമേ എനിക്ക് അത് എന്റെ ഗുരുവിന്റെ ആത്മാവ് തന്നെയാണോ എന്ന് മനസ്സിലാവുകയുള്ളൂ എന്നും പറയുകയാണ്. മധുവിന്റെ കൂടെ പോകാൻ താല്പര്യമില്ലാതെ നിൽക്കുന്ന അവരെ മധു നിർബന്ധിക്കുമ്പോൾ അവർ രണ്ടുപേരും മധുവിന്റെ കൂടെ പോകുന്നു. അവിടെ എത്തുമ്പോൾ മധുവിന്റെ സ്വഭാവം മാറുന്നു. മധു അവരെ രണ്ടുപേരെയും ജെൻസ് വാഷ്റൂമിന്റെ അകത്ത് കയറ്റാമെന്നും ബെറ്റ് വെച്ചു എന്നും അതിൽ മധു ജയിച്ചു എന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന അവർ പുറത്തു വരുമ്പോൾ അവരെ നോക്കി എല്ലാവരും ചിരിക്കുകയാണ്. ഇതെല്ലാം നീലിയുടെ പ്ലാനായിരുന്നു. എല്ലാവരും കളിയാക്കി ചിരിക്കുന്നത് കണ്ട് വിഷമം കാരണം കരഞ്ഞുകൊണ്ട് ജനനി അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ മധു ഡൊണേഷൻ കളക്ട് ചെയ്യുന്ന കാര്യം എല്ലാവരോടും പറയുകയാണ്. എന്നിട്ട് എല്ലാവർക്കും ഡൊണേഷന്റെ റെസിപ്റ്റ് ബുക്ക് മധു കൊടുക്കുകയാണ്. പ്രണവും ഒരു റെസിപ്റ്റ് വാങ്ങുന്നു. ജനനി വാങ്ങാതെ നിൽക്കുന്നത് കാണുന്ന പ്രണവ് ജനനിയുടെ കയ്യിൽ ഒരു റെസിപ്റ്റ് കൊടുത്തിട്ട് ട്രാഫിക് ബ്ലോക്കിൽ നിന്നാൽ കുറെ പേരെ കിട്ടുമെന്ന് പറഞ്ഞ് പ്രണവ് ജനനിക്ക് റെസിപ്റ്റിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയം അന്ന് നാഗത്തിനെ കണ്ട അയാൾ ജനനിയെ കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടുന്നത് കാണുന്ന പ്രണവ് ഫ്രണ്ടിനോട് പറഞ്ഞ് അയാളെ പിടിച്ചുകൊണ്ട് വരികയാണ്. ക്യാഷ് തരാൻ മടിച്ച് പേടിച്ച് ഓടിയതല്ലേ എന്ന് പ്രണവ് പറയുന്നത് കേൾക്കുന്ന അയാൾ കയ്യിലുള്ള ക്യാഷും ബാഗും എല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് പേടിച്ചു പോവുകയാണ്. അയാളുടെ പ്രവൃത്തി കണ്ടിട്ട് പ്രണവിന് അയാൾക്ക് വട്ടുണ്ടോ എന്ന് ഡൗട്ട് തോന്നുകയാണ്. ശേഷം ജനനി ട്രാഫിക് ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് ഡൊണേഷൻ ചോദിച്ച് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ അടുത്ത് ജനനി വരുന്നു. ഹീറോയുടെ പേര് വിരാട്ട്. ഇൻഡസ്ട്രിയലിസ്റ്റ് ആയ രാജേശ്വരിയുടെ മകനാണ്. വിരാട്ടിന് ജനനിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നുകയാണ്. വിരാട്ട് ജനനിക്ക് 20 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി കൊടുക്കുകയാണ്. ആ ചെക്ക് വാങ്ങാൻ ആദ്യം ജനനി മടിച്ചു നിൽക്കുന്നു എങ്കിലും പിന്നീട് ജനനി ചെക്ക് വിരാട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. എന്നാൽ ഇത്രയും ലക്ഷം തന്നത് എന്തിനാണെന്നുള്ള ഡൗട്ടിൽ തന്നെ നിൽക്കുകയാണ് ജനനി. അടുത്ത സീനിൽ നീലിയുടെ ഫ്രണ്ട് എങ്ങനെയുള്ള ആളിനെയാണ് നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീലി ഫോണിലുള്ള ഒരു ഫോട്ടോ ഫ്രണ്ടിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് വിരാട്ടിന്റെ ഫോട്ടോ ആയിരുന്നു. വിരാട്ടിനെ കുറിച്ച് ഫ്രണ്ട് വഴി അറിയുന്ന നീലിക്ക് തന്റെ സ്റ്റാറ്റസിന് പറ്റിയ ആളാണ് വിരാട്ടെന്ന് മനസ്സിലാവുകയാണ്. നീലിക്ക് വിരാട്ടിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്. മറുവശത്ത് ജനനി ഡൊണേഷൻ കിട്ടിയ കാര്യം എല്ലാവരോടും പറയുകയാണ്. അതിൽ വിശ്വസിക്കാതെ ഇരിക്കുകയാണ് വിലാസിനി. ചെക്കല്ലേ കിട്ടിയത്, ക്യാഷ് കിട്ടിയാലേ അത് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. ബാക്കി എല്ലാവരും ജനനി പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. ചെക്ക് വഴി രാജേശ്വരിയുടെ മകൻ വിരാട്ടാണെന്ന് ജനനിക്ക് മനസ്സിലാവുന്നുണ്ട്. ജനനിയുടെ ബ്ലഡ് എടുത്തുകൊണ്ട് പോയ നീലി ആ ബ്ലഡിന് എന്താണ് ചെയ്തതെന്ന് ഇതുവരെയും കാണിച്ചിട്ടില്ല. അഷ്ടവക്രയ്ക്ക് ജനനിയുടെ ബ്ലഡ് കിട്ടുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്